രോഗികളെ എൻഡോസൾഫാൻ പട്ടികയിൽ ഉൾപ്പെടുത്താൻ സമരസംഘടനകൾ ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തുകയാണെന്നാണ് കീടനാശിനി നിർമ്മാണ കമ്പനിയായ എക്സൽ ഗ്രൂപ്പ് പ്രധാനമന്ത്രിക്ക് നൽകിയ പരാതിയിലെ പ്രധാന ആരോപണം. ആരോഗ്യനീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാൻ ഡോക്ടർമാരെ സംഘടനകൾ നിർബന്ധിക്കുകയാണെന്ന കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ പ്രസ്താവനയാണ് ഇതിന് തെളിവായി കമ്പനി ഉദ്ധരിച്ചത്. എന്നാൽ ദുരിതബാധിതരുടെ പട്ടിക തയ്യാറാക്കാനുള്ള ചുമതലയിൽ KGMOയിലെ ഡോക്ടർമാർ പ്രവർത്തിച്ചിട്ടില്ല. ഇക്കാര്യം എൻഡോസൾഫാൻ പുനരധിവാസ പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ മുഹമ്മദ് അഷീൽ സ്ഥിരീകരിച്ചു. ഇവിടെ പറയുന്നത് കേരള ഗവൺമെന്റ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷന്റെ ആൾക്കാരാണ് സമ്മതപ്പെടുത്തിയെന്ന് പറയുന്നുണ്ട്. അടിസ്ഥാനം ഇതാണ്. കാരണം അത് അവർക്കാർക്കും ഈ ലിസ്റ്റ് ഉണ്ടാക്കുന്നതിൽ വലിയ പങ്കില്ല. പങ്കുള്ളത് ക്യാമ്പുകളിലൂടെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ നടത്തുന്ന ക്യാമ്പുകളാണ്. മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ഈ സംഘടനയിൽപ്പെട്ടവരല്ല. കീടനാശിനി നിർമ്മാണ കമ്പനികൾക്ക് അനുകൂലമായ പ്രസ്താവനകൾ KGMOയിൽ നിന്ന് പലവട്ടം നടത്തിയിട്ടുണ്ട്. ഇതെല്ലാം കമ്പനികൾ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ടുതന്നെ പരാതിയിൽ ഉദ്ധരിച്ച KGMOയുടെ പ്രസ്താവന കമ്പനിയുടെ ആവശ്യപ്രകാരം നടത്തിയതാണെന്നാണ് സമരസംഘടനകൾ സംശയിക്കുന്നത്. സിവിൽ വ്യോമയാന നിയമത്തിൻ്റെ വ്യോമയാന വകുപ്പിൻ്റെ അനുമതി കൂടാതെ ആകാശത്തുനിന്ന് വിഷം തെളിച്ചത് 26 കൊല്ലക്കാലം. അതുകൊണ്ട് പുഴുക്കളെ പോലെ പടഞ്ഞു മരിക്കാനിടയായി, ദുരിതം അനുഭവിക്കാനിടയായി. അവരുടെ കാര്യത്തിൽ ഇടപെടണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെടുമ്പോൾ അവരെല്ലാം കുഴപ്പക്കാരാണ്, രാജ്യദ്രോഹികളാണ് എന്ന് പറയേണ്ടത് ഇവരുടെ ആവശ്യമാണ്, ഈ കമ്പനികളുടെ. കാരണം ഇവരെത്രയോ കാലമായി ഈ വിഷം വിറ്റ് കാശുണ്ടാക്കുന്നു. എന്നാൽ തങ്ങളുടെ പ്രസ്താവന കമ്പനി ആയുധമാക്കിയതിനെപ്പറ്റി പ്രതികരിക്കാൻ KGMOയെ തയ്യാറായില്ല. ജില്ലാ ഭാരവാഹികളെ ഇതിനായി സമീപിച്ചെങ്കിലും അവർ ഒഴിഞ്ഞുമാറി. ഷഫീഖ് നസറുല്ല, മീഡിയ 1, കാസർഗോഡ്.